കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായിട്ടുള്ള ഈ സ്ഥലത്ത് കൂടെയാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. എനിക്കറിയേണ്ടായിരുന്നില്ല ഈ സംഭവം എങ്ങനെയാണെന്നുള്ളത്. സാമ്പാ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ശ്രീനഗറിലേക്ക് എത്താൻ ഞാൻ 7 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് അവിടേക്ക് എത്തണത്. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോഴൊന്നും നമുക്ക് റൂമോ കാര്യങ്ങളൊന്നും എപ്പോഴും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയെന്ന് വരില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ റോഡ് സൈഡിലേക്കാണ് ടെൻ്റ് അടിച്ച് കിടന്നിരുന്നത്. അങ്ങനെ ഞാൻ പോരും വഴിക്ക് കുറേ റൈഡേഴ്സിനെ കണ്ടിരുന്നു. അങ്ങനെ ഒരു റൈഡേഴ്സിനെ കണ്ടിട്ട് അവർ എന്നോട് സംസാരിക്കുക, വർത്തമാനം പറയുക. അങ്ങനെ അവരാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരാണ് പറയണത്, ബ്രോ നമ്മൾ കണ്ട് സംസാരിച്ചില്ല, ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ച് ഓരോരുത്തരെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ ടെൻ്റ് അടിച്ചതിൻ്റെ തൊട്ട് സൈഡ് ഭാഗത്താണ് ഈ ഉരുൾപൊട്ടലുണ്ടായിട്ട് സീൻ ഉണ്ടായിട്ടുള്ളതെന്ന്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞ് ഈ ഒരു ടണൽ പോലെ സാധനം കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ഞാൻ വയ്യാണ്ടായിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടിച്ചിട്ട് കുറേ നേരം അവിടെ കിടന്നിട്ടൊക്കെ ഞാൻ പോയി നടന്നത്. ആരുടെയോ കുരുത്തൊന്നും അറിയില്ല രക്ഷപ്പെട്ടത്. സംഭവം എന്ന് പറഞ്ഞാൽ എത്രയോ ഞാൻ രക്ഷപ്പെട്ടത് മാത്രമല്ല, എത്രയോ ആൾക്കാർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ കൂടെ. 60ഓളം വണ്ടികൾ മണ്ണിൽ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എത്ര വണ്ടികൾ എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞത്. സൈക്കിളും കൊണ്ട് വന്നിട്ടുള്ള ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ അറിയ പോലും ഇല്ല. വഴി മൊത്തം സീനാണ്. കാശ്മീർക്ക് വരുന്നവരൊക്കെ പരമാവധി നോക്കുക, ആദ്യം ധൃതി കൂട്ടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു വേണ്ട. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. 10, 15, 30 ദിവസത്തിനുള്ളിലേക്ക് റോഡ് ക്ലിയർ ആക്കണമെന്ന് പറയുന്നത്. പക്ഷേ വേറെ റോഡ് ഓപ്പൺ ആക്കിയിട്ട് മുകൾ റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. വരുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവധാനമൊക്കെ വന്നാൽ മതി. ധൃതി കൂട്ടിയിട്ട് വന്നിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ. ഓരോരുത്തരുടെ പ്രാർത്ഥന എന്നൊക്കെ പറയില്ലേ, രക്ഷപ്പെട്ടത് ഭാഗ്യം എന്നൊക്കെ പറയാം. അത് തന്നെ.